അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വ അഫ്ളലുസ് സ്വലവാതി വത്തസ്ലീമി അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 12 മാസങ്ങളുടെ കൂട്ടത്തിൽ 4 മാസങ്ങൾക്ക് അല്ലാഹു തആല പ്രത്യേക പവിത്രത കൊടുത്തിട്ടുണ്ട്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങൾ ഇത് ജാഹിലിയ കാലത്തും ആദരിക്കപ്പെട്ടിരുന്ന മാസങ്ങളാണ് എന്ന് ചരിത്രത്തിൽ കാണാം. അതിൽ മുഹറം എന്ന് പറയുന്നത് ഹിജ്റ വർഷത്തിന്റെ തുടക്കമാണ്, ആദ്യ മാസമാണ്. വിശുദ്ധ ദീനിന്റെ സംരക്ഷണാർത്ഥം അള്ളാഹുവിന്റെ റസൂലും തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരും സ്വന്തം നാടും വീടും വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്തതിന്റെ ത്യാഗോജ്വലമായ ചരിത്രങ്ങൾ അയവിറക്കുന്ന ഒരു മാസം, അതാണ് മുഹറം. ഈ മുഹറം അള്ളാഹു ഏറെ ആദരിച്ച, ഏറെ ബഹുമാനിച്ച ഒരു മാസമാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് മുഹറം സാക്ഷിയായിട്ടുണ്ട്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു തആല വലിയ സഹായങ്ങൾ അവർക്ക് ചെയ്യാൻ തെരഞ്ഞെടുത്തത് മുഹറമായിരുന്നു. വിശിഷ്യ മുഹറം 10 ആയിരുന്നു. ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തെരഞ്ഞെടുത്തത് മുഹറമിലാണ്. ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ ഉന്നതമായ സ്ഥാനത്തേക്ക് അല്ലാഹു ഉയർത്തിയത് മുഹറമിലാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും തന്റെ അനുയായികളെയും വിശ്വസിച്ചവരെയും കപ്പലിൽ കയറ്റി രക്ഷപ്പെടുത്തിയത് അത് മുഹറമിലാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറമിലാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പരീക്ഷണം അല്ലാഹു ഒഴിവാക്കി കൊടുത്തത് മുഹറമിലാണ്. യൂസുഫ് അലൈഹിസ്സലാമിനെ ജയിൽ മോചിതനാക്കിയത് മുഹറമിലാണ്. മത്സ്യവയറ്റിൽ നിന്ന് യൂനുസ് അലൈഹിസ്സലാമിനെ അല്ലാഹു പുറത്ത് എത്തിച്ചത് മുഹറമിലാണ്. വേർപാടിന്റെ 40 വർഷങ്ങൾക്ക് ശേഷം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും യൂസുഫ് നബി അലൈഹി ഇസ്ലാമും കണ്ടുമുട്ടിയത് മുഹറമിലാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന തന്റെ പ്രിയ സഖി ഖദീജ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ചെയ്തത് മുഹറമിലാണ്. മാത്രമല്ല, ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചത് ഖലം, ലൗഹ്, അതുപോലെ ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത്, ഹവ്വ റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചത്, ഇതൊക്കെ മുഹറം മാസത്തിലായിരുന്നു. അതുപോലെ ഭൂമിയിൽ ആദ്യമായി മഴ വർഷിച്ചത് മുഹറമിലായിരുന്നു. ഇനി വഫീഹി തഖൂമുസ്സാഅ, അന്ത്യനാള് സംഭവിക്കുന്നതും ഇതേ മുഹറമിലായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിവരിക്കാൻ കഴിയാത്ത വിധം ഒരുപാട് മഹത്വങ്ങളും പ്രാധാന്യങ്ങളും ഈ മാസത്തിന് അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയത്തിലൊക്കെ ഒരു സംശയങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മുഹറം മാസത്തെ പലരും ഭയത്തോടു കൂടെയാണ് കാണുന്നത്. പൊതുവെ മാസം മറഞ്ഞു കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. മറഞ്ഞു കണ്ടാൽ എന്താ സംഭവിക്കുക? മറഞ്ഞ ഭാഗം കാണൂല എന്നല്ലാതെ മറഞ്ഞു കാണുന്നതിൽ യാതൊരു പ്രശ്നവും സംഭവിക്കാനില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ മറഞ്ഞു കാണുന്നത് പലർക്കും പേടിയാണ്. അതേപോലെ മുഹറം മാസം മറഞ്ഞു കണ്ടാൽ അതിന്റെ പിന്നിൽ വലിയ അപകടങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന പലരുണ്ട്. തെറ്റാണ്. അതിനോടുകൂടെ ഭൗതികമായ നല്ല കാര്യങ്ങളൊക്കെ മുഹറം 10 കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. മുഹറം 10 കഴിയുന്നത് 1 മുതൽക്ക് 10 അല്ലെങ്കിൽ 12 ഇത് കഴിയാതെ വിവാഹം നടത്താൻ പാടില്ല, വീടിരിക്കൽ പാടില്ല, അതുപോലെയുള്ള ഒരു കാര്യങ്ങളും പാടില്ല എന്ന് വലിയൊരു വിഭാഗം മുസ്ലിങ്ങളിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് തെറ്റാണ്. അള്ളാഹുവിന്റെ റസൂൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ചെയ്തത് മുഹറമിലാണ്, ഈ 10ന്റെ ഉള്ളിലാണ്. മാത്രമല്ല, വമം മസഹ ഫീഹി അലാ റഅസി യതീമിൻ ഔ അഹ്സന ഇലൈഹി ഫകാന്നമാ അഹ്സന ഇലാ ഐതാമി ഉൽദി ആദമ കുല്ലിഹിം. അതായത് ഈ മുഹറമിന്റെ ഈ ദിവസങ്ങളിൽ ഒരു അനാഥക്കുട്ടിയുടെ തലയിൽ ഒരാൾ കൈവച്ചു, അല്ലെങ്കിൽ ആ അനാഥക്കുട്ടിയിലേക്ക് ഗുണം ചെയ്താൽ, നന്മ ചെയ്താൽ, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലുള്ള മുഴുവൻ അനാഥകളെയും സ്നേഹിച്ച അല്ലെങ്കിൽ അവരെ സഹായിച്ച ആ സ്ഥാനത്താണെന്ന്. അത്രയും വലിയ പ്രതിഫലം അതിനുണ്ട്. അതേപോലെ വമൻ ആദ മരീള,
രോഗിയെ സന്ദർശിച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പോ നല്ല കാര്യങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു സമയം, ഒരു മാസമാണ് മുഹറം എന്നുള്ളത്. ഇതില് വസ്സാല അയ്യാലിഹി വഅഹ്ലിഹി ഫി യൗമി ആശുറ വസ്സ അല്ലാഹു അലൈഹി ഫി സായിരി സനത്തി. ഒരാൾ ഈ മുഹറം 10ന്റെ അന്ന്, ഈ പ്രത്യേകതകളൊക്കെ 10 തന്നെ പറയുന്നത്, 10നും അതിന്റെ ഉള്ളിലുള്ള ദിവസങ്ങളിൽ, മുഹറം 10 കുടുംബങ്ങൾക്ക് വിശാലത ചെയ്താൽ ആ കൊല്ലം മുഴുവനും അല്ലാഹു തആല അവന് വിശാലത ചെയ്യുമെന്നാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് മുഹറം. അതിനോടുകൂടെ ദിവസം മുഹറം 10 ഇത് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു. അന്ന് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നു. മാത്രമല്ല, മുഹറമിന്റെ ആദ്യത്തിൽ തുടക്കത്തിൽ എന്തെങ്കിലും വല്ല സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ട കൊല്ലം മുഴുവനും പിന്നെ നഷ്ടം തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതൊക്കെ തെറ്റാണ്. അതിനോട് കൂടെ ഇപ്പോൾ വിവാഹം നടത്തുമ്പോൾ മുഹറം 9, 10 നോമ്പ് സുന്നത്തുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങൾ ഒഴിച്ച് മറ്റു ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുണ്ടാകുമ്പോൾ നമ്മൾ സദ്യ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നത് മാറ്റി നിർത്തിയാൽ ഈ മുഹറമിന്റെ 9, 10ന്റെ ഉള്ളിലുള്ള ദിവസങ്ങളിൽ തന്നെ അത്തരം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നല്ല, ചെയ്യണം എന്നാണ്. പിന്നെ അവിടെ ഒരു സ്വാഭാവികമായിട്ടൊരു വരുന്നൊരു വിഷയം എന്താ വെച്ചാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരമകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടത് മുഹറം 10 അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നേരത്തെ ആ വിഷയം അറിഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഞാൻ ഉച്ച സമയത്ത് കിടന്നുറങ്ങുകയായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ സ്വപ്നം കണ്ടു. നല്ല മനുഷ്യന്മാരുടെ സ്വപ്നങ്ങളൊക്കെ തെളിവാണ്. റസൂലുള്ളാഹിനെ സ്വപ്നം കാണുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുടിയാകെ ജട പിടിച്ചിട്ടുണ്ട്, മുഖമാകെ വിവർണമായിട്ടുണ്ട്. വഫീ യദിഹി ഖാറൂറത്തുൻ ഫീഹാ ദമുൻ. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലൊരു പാത്രം ഉണ്ടായിരുന്നു. ആ പാത്രം നിറയെ രക്തമായിരുന്നു. ഞാൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂല്, എന്താണ് ഈ പാത്രത്തിൽ? അവിടുന്ന് പറഞ്ഞു, എന്റെ മകൻ ഹുസൈന്റെ രക്തമാണിത്. എന്റെ മകനെ, എന്റെ പേരക്കുട്ടിയെ അവര് കർബലയിൽ വെച്ച് കൊല ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ. എന്നിട്ട് പറഞ്ഞു, ആ ചുവന്ന മണ്ണ് എന്റെ പേരക്കുട്ടിയെ കൊല ചെയ്യപ്പെടുന്ന ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുള്ള ചുവന്ന മണ്ണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടി കൊല ചെയ്യപ്പെട്ടു മുഹറം 10 എന്ന ഒരു വിഷയം അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ദുഃഖാചരണം എന്തില്ല, ഇസ്ലാമിലില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി വഫാത്തായ ദിവസം ഗ്രഹണം സംഭവിച്ചു. ഗ്രഹണം സംഭവിച്ചപ്പോ ആളുകളൊക്കെ പറയാൻ തുടങ്ങി, അള്ളാഹുവിന്റെ റസൂലിന്റെ കുട്ടിയെ മരിച്ചതിന്റെ പേരിലാണ് ഗ്രഹണം സംഭവിച്ചത്. സത്യത്തിൽ അത് അംഗീകരിക്കുന്നത് റസൂലുള്ളാഹിക്ക് ഒരു ക്രെഡിറ്റ് ആണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ ഇല്ലാത്ത അംഗീകാരം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവിടുന്ന് പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ ലാ യഖ്സിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാത്തി. സൂര്യനും ചന്ദ്രനുമൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ചില ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. ആരെങ്കിലും മരിക്കുകയോ ജീവിക്കുകയോ ചെയ്താലൊന്നും അതിന് ഗ്രഹണം സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് പിന്നെ ആ തെറ്റിദ്ധാരണയെ തിരുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു തെറ്റിദ്ധാരണയാണ്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, വഅലം അന്നമാ ഉസീബ ബിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു യൗമ ആശൂറ ഇന്നമാ ഹുവ ഷഹാദത്തു ദാലത്തു അലാ മസീദി റിഫഅതിഹി വദറജതിഹി ഇൻദല്ലാഹ്. അല്ലാഹു തആല ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഷഹാദത്താണ് കൊടുത്തത്, രക്തസാക്ഷിത്വം കൊടുത്തു. പിന്നെ അതേ സമയത്ത് ഈ റാഫിളത്തും മറ്റുമൊക്കെ ചെയ്യുന്ന ഷിയാക്കളൊക്കെ ചെയ്യുന്ന നദ്ബ് നിയാത്ത് ഹുസ്ന്, അതായത് അന്ന് മുഹറം 10 അന്ന് ഷിയാക്കളൊക്കെ ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിക്കുക, അന്ന് ദുഃഖാചരണമായിട്ട് അവര് നടത്തുന്നുണ്ട്. അതൊക്കെ ലൈസ ദാലിക മിൻ അഖ്ലാഖിൽ മുഅ്മിനീൻ, അതൊന്നും സത്യവിശ്വാസികളുടെ സ്വഭാവങ്ങളിൽ പെട്ടതേ അല്ല. അപ്പോ മുഹറം 10 അന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടു എന്നതിന്റെ പേരിൽ ദുഃഖാചരണം നടത്തുന്നത് ഒരിക്കലും എന്തല്ല, അത് സത്യവിശ്വാസികളുടെ സ്വഭാവങ്ങളിൽ പെട്ടതല്ല. എന്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ, അതായത് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടതിന്റെ പേരിൽ ദുഃഖാചരണം നടത്തുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് വഫാത്തായതിന്റെ ആ ദിവസമല്ലേ ദുഃഖാചരണം നടത്താൻ ഏറ്റവും ബന്ധപ്പെട്ടത്?
അപ്പൊ അത് പാടില്ല എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മുകാശഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹുവിന് കൊല ചെയ്യപ്പെട്ടു എന്നതിന്റെ പേരിൽ ദുഃഖാചരണം നമുക്ക് പാടില്ല. മുഹറം 10 വരെ അല്ലെങ്കിൽ 12 വരെ ഭൗതികമായ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് തീർത്തും അനിസ്ലാമികമാണ്. അത് തെറ്റിദ്ധാരണയാണ്, അന്ധവിശ്വാസമാണ്. അതില് അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു ആലം. ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.